ജയിച്ചില്ലേ? ജയിക്കുകയൊക്കെ ചെയ്തു. ജയിച്ചല്ലോ, പിന്നെന്താ കുഴപ്പം? ஆமா ஜெயிச்சான்ல பின்ன என்ன பிரச்சனை? പിന്നെ എന്നാ പ്രശ്നേന്നാ? റാങ്ക് എന്ന് പറഞ്ഞ് നടന്ന ചക്കര ഇപ്പൊ റാങ്ക് ഒരു തേങ്ങയില്ല, 58% വന്നേക്കാണ്. നിനക്ക് എന്താടാ, നിനക്ക് പഠിച്ചെന്താടാ കുഴപ്പം? ഞാൻ പറഞ്ഞല്ലേ ചേച്ചി, ചില സമയം നമ്മൾ എഴുതണത് കിട്ടൂല. നീ ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നില്ലടാ അല്ലേ? ഈ ടോപ്പർ എന്ന് പറയണത് ഇങ്ങനെ നമ്മളെ സെമ്മ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ ചേച്ചി. അപ്പൊ ഇപ്പം ഈ സമയം ഇപ്പൊ അടുത്ത സമയം റാങ്ക് മേടിക്കാമല്ലോ. ഉണ്ട കേട്ടോ നിനക്ക് ഉണ്ടത് എന്നെ കൊണ്ടൊന്ന് പറഞ്ഞ് ചവിട്ടി കൂട്ട് ഞാൻ നോക്കിക്കോ. നിനക്ക് வேண்டாம் லெச்சு, விட்டுடு லெச்சு. ലച്ചു എടാ പറയടാ ജീനു, എന്ത്? ഓ അത് ലച്ചേച്ചി എടുത്ത് പറഞ്ഞു. അപ്പൊ ചേച്ചി ഭയങ്കര കലിപ്പിരി കുറഞ്ഞല്ലോടാ അതിന്റെ. നീ വിളിച്ചതിന്റെ കാര്യം പറഞ്ഞു, അതൊക്കെ വിടും. പടത്തിന് പോവാനാ? സെക്കൻഡ് ഷോയ്ക്കാ ഇന്നാ? എടേ ഇന്നത്തെ ഈ അവസ്ഥക്ക് ഞാൻ ഇനി വീട്ടിൽ ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ നടക്കണ കേസൊന്നുമില്ല. അത് നോക്കി വെക്കല്ലേ? എന്തരേ എന്തരേ നോക്കിക്കൊണ്ടിരിക്കണേ? ഒന്നുമില്ല, പാറു ഒന്ന് സൈഡിൽ ഒരേ നേരം നോക്കിക്കൊണ്ടിരുന്നു. നീ അല്ലേ വേണ്ട, പടത്തിന് പോയാൽ ശരിയാവില്ല. പോടാ അവിടുന്ന്. ഞാൻ ഇനി ലച്ചെടുത്ത് ചേച്ചി പിന്നെ ഏറെ കയറ്റി ഒന്നാമതേ കല്ലി എടുത്തിരിക്കുന്ന ആ സാധനം ഇവിടെ. അങ്ങോട്ട് ദേഷ്യപ്പെടാ, തിരിച്ച് ദേഷ്യപ്പെടാനാ? എടാ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ അങ്ങനെയുള്ളവർ തന്നെയല്ലേ, നമ്മൾ എത്ര വലുതായാലും. ആ പറയാൻ പറ്റില്ല, ചേച്ചി ഒന്നാമതേ ബോധമില്ലാത്തന്നെ കൈ കിട്ടണമല്ലോ ഒരു തലക്കടി. ചാ ആടാ ഞാൻ വിളിക്കാം. എന്താ ചേച്ചി? ആരാ വിളിച്ചേ? ആരാ വിളിച്ചേ? ചീനു. ചീനോ? ഓ പറയൂല, ചീനു അവിടെടാ. കൊറേ നാളായി അവനെ കണ്ടിട്ട്. സാധാരണ ഈ റോട്ടിലൊക്കെ വെച്ച് നമ്മൾ അവൻ കണ്ടോണ്ടിരുന്നാണല്ലോ, ഇപ്പൊ അതൊന്നും ഇല്ല. അവ ഇപ്പൊ റോട്ടിലൊന്നും അധികം അങ്ങനെ ഇറങ്ങാറില്ല. അതെന്താ? എന്തോ ചിരിച്ചോട്ടൻ പാവമാ. ചീനുചേട്ടൻ പാവമാണല്ലേ? എന്നാ ചീനുചേട്ടൻ ഒന്ന് വിളിക്കോ? ചീനുചേട്ടനെ ഒന്ന് വിളിക്കോന്ന്? എന്തിന്? എടാ ഞാൻ കൊറേ നാളായിട്ട് അവനെ കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ വിശേഷമൊക്കെ അന്വേഷിക്കണ്ടേ? ആ എനിക്ക് അവൻ അനിയെ പോലെയല്ലേ, നിന്നെ പോലെയല്ലേ ഞാൻ അവനെ കാണണേ. തൊണ്ടയ്ക്ക് തൊണ്ടയ്ക്കൊന്നും പറ്റിയില്ല. ജീനു, അവിടെ ലച്ചേച്ചി നിന്റെ അടുത്ത് എന്തോ സംസാരിക്കണ്ടെന്ന്. നിന്നെ കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ അങ്ങനെ കൈ നിണ്ടിരിക്കുന്നു, ഞാൻ കൊടുക്കാം. എവിടെയാടാ നീ? എന്താടാ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാത്തെ? എത്ര നാളായി കണ്ടിട്ട്. സുഖാണോ? പരീക്ഷയ്ക്ക് മാർക്കൊക്കെ എത്രയുണ്ട്? എന്ത്? എടാ 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 നീയോ പഠിക്കൂല്ല. നീ എന്തിനാണ് ഈ പഠിക്കുന്ന പിള്ളേരെ കൂടെ ചീത്തയാക്കണേ? അവന്റെ സിനിമയ്ക്ക് ഇവിടെ ഒരുത്ത തോറ്റ് തൊപ്പിട്ട് വന്നിരിക്കുക. അപ്പോഴാണ് അവന് സെക്കൻഡ് ഷോ കാണാൻ പോണ്ട്. മര്യാദക്ക് നിർത്തിക്കോട്ടെ ഈ കറക്കാൻ മുക്കലൊക്കെ. എന്ത് എന്ത് ലച്ചു ചേച്ചിന്ന് ചെറുക്ക, ഞാൻ ഇപ്പോഴേ കാര്യം പറയേക്കാം. രണ്ടുപേരും മര്യാദക്ക് പഠിച്ചോളണം. ഇവിടെ ഒരുത്തന്റെ മാർക്ക് നീ കേട്ടായിരുന്നു, 58%. ഇവിടെ ടോപ്പ് പഠിച്ചോണ്ടിരുന്ന ചെറുക്കനായിരുന്നു. നിന്റെയൊക്കെ കൂടെ കൂടി 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 അവൻ നശിച്ച് വെച്ചിട്ട് പോയി. എന്താ ഒരു വഴി പറയാൻ പാടില്ലേ? പഠിക്കേണ്ട സമയത്ത് ഇത് പഠിക്കണോടാ, അല്ലാതെ നിന്നെ വിളിച്ചോണ്ട് സെക്കൻഡ് ഷോയ്ക്ക് അല്ല കാണാൻ പോണ്ട്. നിന്നെ വേണം അടിക്കാൻ കേട്ടോ. ഇവിടെ കേൾക്കണ പോയി പറയണം. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ നീ കേട്ടാ കേട്ടേ? ശരി, സമ്മതിച്ച്. മാർക്ക് കുറഞ്ഞത് എന്റെ ഭാഗത്ത് തെറ്റി തന്നെ എന്നും പറഞ്ഞോണ്ട് അത് നാട്ടിലുള്ള പിള്ളേരെ മൊത്തം വിളിച്ചാണോ വാക്ക് പറയണ്ടേ? നാട്ടിലുള്ള പിള്ളേരെ ഒന്നും വിളിച്ച് ഞാൻ ചീത്ത പറഞ്ഞില്ല. ഞാൻ ചീനുവിനെ മാത്രമേ വിളിച്ചു പറഞ്ഞോളൂ. അത് അവന്റെ കൈരിപ്പിന്റെ കൊണ്ടാ. അവന്റെ എന്തൊരു കൈരിപ്പെന്ന്? ഇന്നാള് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചേന്. പോലീസാ? ആന്റി, ഞാൻ ലൈസൻസ് ഇല്ല അവന്റെ വണ്ടി എടുത്ത് ഓടിച്ചേന് അവനാണ് പോലീസ് സ്റ്റേഷനിൽ കയറിയത്. എടാ എല്ലാത്തിനും കൂടെ കൂടിയിട്ടാടാ ഞാൻ അവന്റെ ഒരു ഡോസ് കൊടുത്തേ. എന്ത് കാര്യത്തിന്? അറിയില്ല ഞാൻ. നീ ഒന്നും പറയണ്ട, നീ ഞാൻ പറയാം, കേട്ടാ മതി.
മര്യാദക്ക് വീടിന്റെ അകത്തിരുന്നോളണം, എന്നിട്ട് ഇരുന്ന് പഠിച്ചോളണം. പുറത്തോട്ട് എങ്ങാനും ഇറങ്ങിയാൽ മുട്ടാലി ഞാൻ തല്ലി ഓടിക്കും. പിന്നെ ഫോണിലും കൂടെ കുത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതും അങ്ങ് നിർത്തിക്കോ. വൈകിട്ടേ ഒരു ഈവനിങ് ടീ. ഈവനിങ് ടീ നിനക്ക് വീട്ടിലിട്ട് തരും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.